അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പുതിയ ഡെവലപ്മെൻറ്റുകളോ പുതിയ കാര്യങ്ങളോ കൊണ്ടുവരാനുള്ള റിസോഴ്സസ് തടയുക വഴി അമേരിക്കയെ ടെക്നോളജി രംഗത്ത് ഒന്നാമനാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തിനേറ്റ ഒരു അടിയും കൂടിയായിട്ടാണ് ടെക് ലോകം ഡീപ്സീക്കിൻ്റെ ഈ ഒരു വരവിനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും 50 കോടി രൂപ മാത്രം മുതൽ മുടക്കിലുണ്ടാക്കിയ ഒരു ഓപ്പൺ AI പ്ലാറ്റ്ഫോം വെറും 24 മണിക്കൂർ കൊണ്ട് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ $1 ട്രില്യൺ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ, അതായത് ജനറേറ്റീവ് AI മേഖലയിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ജനറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റുകൾ ഇത്രയാണെന്നും ചെറിയ ചെറിയ ആളുകൾക്കൊന്നും ഇതിലേക്ക് വരാൻ പറ്റില്ല എന്നും വലിയ വലിയ മെറ്റ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾക്ക്, അത്രയും ഫൈനാൻഷ്യലി എഫിഷ്യൻ്റായ കമ്പനികൾക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിടത്തേക്കാണ് വെറും 50 കോടി മാത്രം മുടക്കിക്കൊണ്ട് ലോകത്തിലെ നിലവിലുള്ള എഫിഷ്യൻ്റായ AIയെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച പെർഫോമൻസും കൊണ്ട് ഡീപ്സീക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന വെല്ലുവിളികളെ മറികടക്കാനായിട്ട് കുറേ അലിഗേഷൻസ് ഇപ്പോൾ ഡീപ്സീക്കിൻ്റെ പേരിൽ വരുന്നുണ്ട്. വർക്കിംഗ് സ്ലോ ആണെന്നുള്ളതാണ്. ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് നമുക്കൊരിക്കലും അത് വിലയിരുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിൻ്റെ എണ്ണം അത്രയും കൂടുതലാണ്. എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോലും ഹയസ്റ്റ് റേറ്റിൽ നിൽക്കുന്ന ഒരു ആപ്പായിട്ട് ഓൾറെഡി ഇപ്പോൾ ഡീപ്സീക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാഫിക്കിങ്ങും വെബ് ട്രാഫിക്കിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഡീപ്സീക്ക് ചില സമയങ്ങളിലെങ്കിലും സ്ലോ ആയി പോകുന്നത്. പക്ഷേ അത് ഇനി വരുന്ന അപ്ഡേഷനും അതിൻ്റെ സെർവർ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം പറയുന്നതാണ്, ഇത് കോപ്പി അടിച്ചതാണ്, ചൈന ഇത് കോപ്പി ചെയ്തതാണ്, അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓപ്പൺ AI എന്നുള്ളത് ഒരു സ്ഥലത്തും ആരും ഒരു രജിസ്റ്റേർഡ് ചെയ്ത പാറ്റൻറ്റോ അല്ലെങ്കിൽ ഇതിനൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫോർമുലയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് തരത്തിലാണോ വേണ്ടത് ആ തരത്തിലേക്ക് ആർക്കാണോ വേണ്ടത് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീപ്സീക്കുമായി ബന്ധപ്പെട്ട് ടെക് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു.